അസ്സലാമു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 6ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദർസു സാദിസ്, 6ാമത്തെ പാഠം. അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്. മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇസ്ലാമാണ് എൻ്റെ മതം. ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അല്ലാഹു തആലയാണ് എൻ്റെ ഇലാഹ്. ഞാൻ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയുടെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹു തആലയുടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിധിവിലക്കുകൾ ഞാൻ അനുസരിക്കും. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഞാൻ പണ്ഡിതന്മാരെയും മുതിർന്നവരെയും ആദരിക്കും. ഞാൻ എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ളവനായിരിക്കും. ഞാൻ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കും. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. എൻ്റെ രാജ്യത്തിൻ്റെയും മനുഷ്യരുടെയും പുരോഗതിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അനീതിയും അക്രമവും ഞാൻ അംഗീകരിക്കുകയില്ല. ഞാൻ പ്രകൃതി സൗഹൃദ ജീവിതം നയിക്കും. ഞാൻ ലോകസമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കും. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇതിന്റെ അർത്ഥം, നിശ്ചയം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. കൂട്ടുകാർ, ഈ ബോക്സിലുള്ളതെല്ലാം നല്ലവണ്ണം വായിച്ചു പഠിക്കുക കേട്ടോ. എക്സാമിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നുറദ്ദിദു തഅഹുദ്. അതായത് ഈ പാഠം കൂട്ടുകാർ ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കണം. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നഖ്റഉ വനക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് അതുപോലെ എടുത്ത് കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. മുസ്ലിമുൻ, റസൂലുൻ, മുഹമ്മദുൻ, ഇസ്ലാമുൻ, ഇലാഹുൻ. ആരാധിക്കുന്നു, അഭിമാനിക്കുന്നു, അനുസരിക്കുന്നു, വിശ്വസിക്കുന്നു, ബഹുമാനിക്കുന്നു, കരുണയുള്ളവനായിരിക്കുക, സ്നേഹിക്കുക, പ്രവർത്തിക്കുക. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം നുൻഷിഉൽ ജുമൽ. വാക്യത്തിൽ പ്രയോഗിക്കണം. 1. അഭിമാനിക്കുന്നു. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. ഞാൻ മുസ്ലിമായതിൽ അഭിമാനിക്കുന്നു. 2. അനുസരിക്കുന്നു. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. ഞാൻ അല്ലാഹു തആലയുടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിധിവിലക്കുകളെ അനുസരിക്കുന്നു. 3. വിശ്വസിക്കുന്നു. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. ഇസ്ലാം മതത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അടുത്ത പേജ് നോക്കൂ. 4. ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കുന്നു. 5. സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം നസിൽ. യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. ഞാൻ, എൻ്റെ മതം, എൻ്റെ ഇലാഹ്, എൻ്റെ നബി, എൻ്റെ രാജ്യത്തെ ഞാൻ, അനീതിയും അക്രമവും. ഇപ്പുറത്ത് നോക്കൂ. അള്ളാഹുവാണ്. സ്നേഹിക്കുന്നു. ഞാൻ അംഗീകരിക്കുകയില്ല. മുസ്ലിമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇസ്ലാമാണ്. 1ാമത്തത് ഞാൻ. അതിന് ശരിയായത് മുസ്ലിമാണ്. ഞാൻ മുസ്ലിമാണ്. അടുത്തത് എൻ്റെ മതം. അതിന് ശരിയായത് ഇസ്ലാമാണ്. എൻ്റെ മതം ഇസ്ലാമാണ്. 3. എൻ്റെ ഇലാഹ്. അതിന് ശരിയായത് അള്ളാഹുവാണ്. എൻ്റെ ഇലാഹ് അള്ളാഹുവാണ്. അടുത്തത് എൻ്റെ നബി. ശരിയായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എൻ്റെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അടുത്തത്
എൻ്റെ രാജ്യത്തെ ഞാൻ, ശരിയായത് സ്നേഹിക്കുന്നു. എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. അടുത്തത് അനീതിയും അക്രമവും, അതിന് ശരിയായത് ഞാൻ അംഗീകരിക്കുകയില്ല. അനീതിയും അക്രമവും ഞാൻ അംഗീകരിക്കുകയില്ല. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നുജീബ്. 1. ആരെയെല്ലാം ബഹുമാനിക്കണം? ഉത്തരം മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, പണ്ഡിതന്മാരെ, മുതിർന്നവരെ. 2. നമ്മുടെ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. 3. കരുണ കാണിക്കണം. ആരോട്? ഉത്തരം എല്ലാ ജീവജാലങ്ങളോടും. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.